الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليما حكيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ മനുഷ്യ സമൂഹത്തിൻ്റെ മേൽ സമർപ്പിക്കുന്നത് പ്രമാണങ്ങളെ വെച്ചുകൊണ്ടാണ്, പാരമ്പര്യത്തെ വെച്ചുകൊണ്ടല്ല. ഈ രണ്ട് വിഷയങ്ങളും ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാം. പ്രമാണബന്ധിത ഇസ്ലാം, പാരമ്പര്യബന്ധിത ഇസ്ലാം. ഇത് ചരിത്രത്തിൽ എപ്പോഴും നമുക്ക് കാണാം. മനുഷ്യൻ ജീവിച്ചിരുന്ന കാലം മുതൽ, ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൻ്റെ മാലിക്കാണ്, ഒപ്പം ലലാലത്തിൻ്റെയും മാലിക്കാണ്. ഹിദായത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ലലാലത്തിൻ്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്. ഹിദായത്ത് പ്രചരിപ്പിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് പ്രവാചകന്മാരെയാണ്. ലലാലത്ത് പ്രചരിപ്പിക്കുന്നതിന് അള്ളാഹു തആല ഉപയോഗിക്കുന്നത് ശയാത്തീനുകളെയാണ്, ജിന്നുകളെയാണ്. ഇത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ 1-ാം തീയതി മുതൽ തന്നെ അള്ളാഹു പ്രഖ്യാപിച്ചതാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറ വ ഇമ്മാ കഫൂറ. സൂറത്തു ദഹ്റിൻ്റെ ആദ്യത്തെ 3 ആയത്തിൽ 3 വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അക്കാര്യത്തിൽ മനുഷ്യൻ തികച്ചും അഭൗതികമാണ്.
ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ മേൽ ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. മനുഷ്യനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടം, നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. അതെ, ആദം ഹവ്വ ദമ്പതിമാരുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണത്. ആദം ഹവ്വ ദമ്പതിമാരുടെ നിർമ്മാണം തികച്ചും അഭൗതികമാണ്. എന്നുവെച്ചാൽ വഹി കൊണ്ട് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. വഹി കൊണ്ട് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങൾക്കാണ് അഭൗതികമെന്ന് നാം പറയുന്നത്. ഭൗതികം വഹി കൊണ്ടും ഒപ്പം മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ബുദ്ധി, കഴിവ്, അറിവ് മുതലായവയെ ഉപയോഗിച്ചുകൊണ്ടും വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അറിവുകളാണ് ഭൗതികം. അതിനാണ് നാം സയൻസ് എന്ന് പറയുന്നത് ആധുനിക കാലത്ത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നത് വഹി കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് പൗരാണിക മനുഷ്യനെ പരിണാമ സൃഷ്ടി എന്ന് വാദിക്കാൻ തുടങ്ങിയത്. ഇത് എഴുന്നാ തുടങ്ങിയെന്ന് തിരിയുന്നില്ല. അപ്പം പിന്നെ വേറെ ഏതെങ്കിലും ഒന്ന് പരിണമിച്ച് മറ്റൊന്നുണ്ടായതാണ് എന്ന ഭൗതികവാദം വന്നു. അതെല്ലാം കാലഹരണപ്പെട്ടു പോയി. അതൊന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നത് മാത്രമാണ് അതിന് പ്രമാണം, വേറെ ഒരു പ്രമാണവും ഇല്ല. ആദമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ഖലഖ്തു ബിയദയ്യ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഞാൻ എൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ് ആദമിനെ അലൈഹിസ്സലാത്തു വസ്സലാം. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു വഖലഖ മിൻഹാ സൗജഹ, ആദമിൻ്റെ ശരീരത്തിൽ നിന്നൊരംശം ശേഖരിച്ച് സൗജിനെ സൃഷ്ടിച്ചു എന്ന്, ഭാര്യയെ, ഇണയെ. എങ്ങനെ? അല്ലാഹു അലം. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു ഖുലിഖത്ത് മിൻ ളിലഅ്, വാരിയെല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ആദമിൻ്റെ ശരീരത്തിൽ നിന്നൊരു വാരിയെല്ലൂരി അല്ലാഹു തആല കുൻ എന്ന് പറഞ്ഞപ്പോൾ ഹവ്വ ഉണ്ടായി എന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, എന്നേ വിശ്വസിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദം ഹവ്വ ദമ്പതിമാരുടെ നിർമ്മാണം തികച്ചും വഹി കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആധുനിക ഗവേഷണം കൊണ്ട് ആദം ഹവ്വ ദമ്പതിമാരുടെ നിർമ്മാണം മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ സയൻസിൻ്റെ ഇൽമുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടു പോകുന്ന വിഷയമല്ല അത്. ജിന്നുകളെപ്പോലെ അള്ളാഹു പറഞ്ഞു എന്നത് മാത്രമാണ് ജിന്നിൻ്റെ പ്രമാണം. അള്ളാഹു മനസ്സിലാക്കി തന്നു, അള്ളാഹു പറഞ്ഞു ഇങ്ങനൊരു കൂട്ടരുണ്ട്, അത് അപ്പോഴേ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. എങ്ങനെ? അള്ളാഹു അലം. അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരികയും ഏൽപ്പിച്ചു തരികയും ചെയ്യാത്ത വിഷയങ്ങളെ അന്വേഷിച്ചു പോകുന്നത് അപകടമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ ഭൗതികവൽക്കരിക്കാൻ മെനക്കെടുമ്പോൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തിരസ്കരിക്കേണ്ടി വരും. ഹവ്വാൻ്റെ നിർമ്മാണത്തെ ഭൗതികവൽക്കരിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഉസൂലത്തുകളെ നിഷേധിക്കേണ്ടി വരും. അതേപോലെ തന്നെ ജിന്നിൻ്റെ അസ്തിത്വത്തെ ഗവേഷണം ചെയ്ത് പഠിക്കാൻ മെനക്കെട്ടാൽ സംഭവിക്കലെന്നാൽ അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിടത്ത് നിന്ന് അപ്പുറത്തേക്ക് കടക്കേണ്ടി വരും. ഇതൊന്നും നമ്മളോട് കൽപ്പിക്കപ്പെട്ട വിഷയമല്ല. കുല്ലും മിൻ ഇൻദി റബ്ബിന, എല്ലാം എൻ്റെ റബ്ബായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആമന്ന വസല്ലംന വസദ്ദഖിന, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സത്യപ്പെടുത്തുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണ്ട. രണ്ടാമതായിട്ട് അല്ലാഹു തആല സൂറത്തു ദഹ്റിൽ പറഞ്ഞത് മനുഷ്യൻ്റെ പ്രത്യുൽപാദനത്തെ സംബന്ധിച്ചാണ്. അത് സയൻസിൻ്റെ ഇൽമിലും കൂടി യോജിച്ചെടുക്കാൻ പറ്റുന്നതാണ്, സാങ്കേതിക ജ്ഞാനത്തിലെയും കൂടി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വഹയിൻ്റെ ഇൽമിലൂടെ പറഞ്ഞ കാര്യങ്ങളെ സാങ്കേതികമായും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പ്രത്യുൽപാദനം നടക്കുന്നത് തികച്ചും ഈ ഭൂമി ലോകത്താണ്. ഉൽപ്പത്തി നിർമ്മാണം നടക്കുന്നത് ആകാശലോകത്താണ്. അപ്പോൾ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി അഭൗതികവും പ്രത്യുൽപാദനം ഭൗതികവും ആണ്. പ്രത്യുൽപാദനത്തെ സംബന്ധിച്ച് എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഇന്നാ ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാം നിർമ്മിച്ചെടുത്തു. മിൻ നുത്ഫത്തിൻ അംശാജിൻ, പല മിശ്രിതങ്ങൾ കൂട്ടിക്കലർക്കപ്പെട്ട ഒരു ശുക്ലത്തുള്ളിയിൽ നിന്ന്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ കുറച്ചും കൂടി വിശദമാക്കി തന്നിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, തീർച്ചയായും മനുഷ്യനെ നാം നിർമ്മിച്ചത് ഒരു തുള്ളി ശുക്ലത്തിൽ നിന്നാണ്. സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മക്കീൻ. ഉൽപ്പത്തി നിർമ്മാണം പൂർത്തിയായി അവരെ ഭൂമിയിൽ താമസിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ആക്കിയതിന് ശേഷമാണല്ലോ മൂന്നാമത്തെ മനുഷ്യൻ നിർമ്മിക്കപ്പെടുന്നത്. അത് ഭൂമിയിലാണ്. ആ മൂന്നാമത്തെ മനുഷ്യന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മക്കീൻ. ആദമിൻ്റെ മുതുകിൽ നിന്ന് ഒഴുകിയെത്തിയ ബീജം പെണ്ണിൻ്റെ അണ്ഡാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അണ്ഡവാഹിനി കുഴലിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് പുരുഷന്റെ ബീജം കണ്ടുമുട്ടുകയും ആ അണ്ഡം ബീജത്തെ സ്വീകരിച്ച് യാത്ര തുടരുകയും അത് ഗർഭാശയത്തിലെത്തുകയും ഗർഭാശയത്തിൽ സ്ഥിരമായ ഒരിടം തേടുകയും ചെയ്യുന്നു. ഇതിനെപ്പറ്റിയാണ് അല്ലാഹു തആല സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മക്കീൻ എന്ന് പറഞ്ഞത്. ഖറാറും മക്കീൻ, സുരക്ഷിതമായൊരു സ്ഥലത്തെത്തുന്നത്. അജീബ്. ഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളെ സ്വന്തം തടിയെപ്പറ്റി ചിന്തിച്ചാൽ മതി. അല്ലാഹു അക്ബർ. അള്ളാഹു അല്ലാത്ത ഒരാളെയും 4 അയലത്തെടുപ്പിക്കാൻ പറ്റില്ല അള്ളാഹുവിനോടൊപ്പം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ. അത് എത്ര വലിയ നബിയായാലും, എത്ര വലിയ റസൂലായാലും, എത്ര വലിയ വലിയായാലും. കാരണം അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ അടുത്തേക്ക് എത്താൻ ഒരു തരി മണ്ണ് ഒരു തരി പോലും മിസ്കാലു ദർറ, ഒരു അണുമണി തൂക്കം അർഹത ഈ പറയപ്പെട്ടവർക്ക് ആർക്കുമില്ല. അതാണ് അല്ലാഹ്. അതുകൊണ്ടാണ് നാം അല്ലാഹു അക്ബർ എന്ന്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ അൽഹംദുലില്ലാഹ് ഇല്ലല്ലാഹ്. ഇത് രണ്ടും കൂടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മൂന്നും കൂടുമ്പോൾ അജീബ് അല്ലാഹു അക്ബർ. വെറുതെ അല്ല ഈ തസ്ബീഹ് ഇത്രയും പോരിച്ചയായത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേറാജിന്റെ രാത്രിയിൽ 7-ാം ആകാശത്തിലെത്തി, തടിയോടുകൂടി, ഉണർവിൽ തന്നെ. അല്ലെങ്കിൽ പിന്നെ ഇത് വലിയ കാര്യമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലാഹു തആല സൂറത്തുൽ ഇസ്രാ തുടങ്ങുന്നത് തന്നെ സുബ്ഹാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. സൂറത്തുൽ ഇസ്രാ മിഅ്റാജിനെ പറ്റി പറയുന്ന സൂറത്ത് തുടങ്ങുന്നത് സുബ്ഹാൻ എന്ന വാക്ക്. ആരാ ഉപയോഗിക്കുന്നത്? അള്ളാഹു ആണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു അത്ഭുതമുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം. ആ സുബ്ഹാൻ. ചില മണ്ടൂസന്മാർ പറയും സ്വപ്നമാണ്, അത് സ്വപ്നത്തിൽ കണ്ടതാണ്, വിട്ടേക്കണം. അത്രക്കാരൊന്നും നമ്മൾ പരിഗണിക്കരുത്. ഹൗലായി. ബുദ്ധിയാണ്, സയൻസാണ്, ചിന്തയാണ്, ഗവേഷണമാണ്. ചുക്കുമല്ല, ഒരുതരം മാനസിക രോഗം. അലോപ്പതിയിൽ ചികിത്സയുണ്ട്. അല്ലാതെ വാദപ്രതിവാദവും പിന്നെ മുഖാമുഖവും ഇവരെ നടക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ ഈ പറയുന്നവനും ഭ്രാന്തനാവാസ. അങ്ങനെ അതിൻ്റെ കഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മിഅ്റാജ് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് സുബ്ഹാൻ അല്ലദീ യസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. ആ വാക്ക് തുടങ്ങുന്നത് തന്നെ സുബ്ഹാൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ലാഹു തആല അവൻ്റെ കാര്യം ഭയങ്കരമാണ്. അവൻ അറിയാത്ത കാര്യങ്ങളില്ല, അവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല. അവൻ ഉദ്ദേശിച്ചത് എന്തും അവൻ ചെയ്യും. യഫ്അലു മാ യശാ. അത്തരത്തിലൊരു അത്ഭുതകരമായ കാര്യം നിങ്ങൾക്ക് ആർക്കത്ഭുതം? നമുക്കത്ഭുതം. അല്ലാഹ് എന്തോ അത്ഭുതം? നമ്മളോടല്ലേ പറയുന്നത് ഖുർആൻ. സുബ്ഹാൻ, ഭയങ്കരമാണ് അള്ളാന്റെ കാര്യം. അല്ലദീ, ആരാണ് അള്ളാഹ്? അസ്റാ ബി അബ്ദിഹി, അവൻ്റെ അടിമയെ രാത്രിയിൽ സഞ്ചരിപ്പിച്ചു. ലൈലൻ, രാത്രിയിൽ. മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിൽ നിന്ന്. ഇലൽ മസ്ജിദിൽ അഖ്സാ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക്. അല്ലദീ ബാറക്നാ ഹൗല, ഈ മസ്ജിദുൽ അഖ്സ ബറക്കത്തുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ചുറ്റും അള്ളാഹു ബറക്കത്താക്കിയിരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പറഞ്ഞു, സൂറത്തുൻ നജ്മിനെ വിശദീകരിച്ചുകൊണ്ട്. വന്നജ്മി ഇദാ ഹവാ മാ ലല്ല സാഹിബുക്കും വമാ ഗവാ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലെത്തിയ വിഷയങ്ങളാണ് സൂറത്തുൽ നജ്മിൻ്റെ തുടക്കത്തിൽ വിശദീകരിക്കുന്നത്. വിശദമായി നമുക്ക് മറ്റൊരു അവസരം വിശദീകരിക്കാം. ഈ യാത്രയെ അഷ്റഫുൽ ഖൽക്ക് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള കുതുബു സിത്തയുടെ ഉലമാക്കൾ മുഴുവനും അതിൻ്റെ അപ്പുറത്ത് മറ്റ് പലരും വളരെ കൃത്യമായി വിശദീകരിച്ചു തന്ന വിശദീകരണങ്ങൾ. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, ഞാൻ അങ്ങനെ 7-ാം ആകാശത്തിലെത്തി. ആകാശം എന്താണ്, അതിൻ്റെ മെറ്റീരിയൽ എന്താണ്, അതിൻ്റെ അത് നിർമ്മിച്ചത് ഏത് രീതിയിലാണ്, ഇതൊക്കെ നമുക്ക് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും. അതിനൊന്നും ഇപ്പോൾ ആവശ്യമില്ലല്ലോ, പിള്ളേർക്കും കൂടി അറിയാം കാര്യങ്ങളൊക്കെ. സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക് മുട്ടി, അപ്പോൾ തടിയുള്ള സാധനമാണ് ആകാശം എന്ന് മനസ്സിലായി. വസ്തഫ്തഹ്, ജിബ്രീൽ തുറക്കാൻ ആവശ്യപ്പെട്ടു, അപ്പം വാതിലുണ്ടെന്നും മനസ്സിലായി. അപ്പം അപ്പുറത്തൊന്ന് ചോദിച്ചു, മൻ, ആരാണ് എന്ന്. അപ്പം അപ്പുറത്ത് കുറച്ച് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അന്ന ജിബിരിയിൽ, ഞാൻ ജിബിരിയിലാണ് എന്ന മറുപടി. അപ്പോൾ അപ്പുറത്തുനിന്ന് ചോദിച്ചു, ഒമം മഅക്, ഒന്നിച്ചാരാണ്. അപ്പം ജിബ്രീലിൻ്റെ മറുപടി, മുഹമ്മദുൻ, എൻ്റെ ഒന്നിച്ച് മുഹമ്മദുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് അബു ഇസ മുഹമ്മദ്, ഓ മുഹമ്മദ് യാത്രയായി അല്ലേ, ഇവർ കാത്തിരിക്കുകയായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 7-ാമത്തെ ആകാശത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു ആ കവാടത്തിലൂടെ. ഫഇദൻ, ആ സമയത്ത് ഞാൻ കണ്ടത് എൻ്റെ എല്ലാവരുടെയും ബാപ്പ ആദമിനെയാണ് എന്ന് പറഞ്ഞു. അല്ല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അബൂന ഇബ്രാഹിം, നമ്മുടെ ഉപ്പുപ്പ, എൻ്റെ ഉപ്പുപ്പ ഇബ്രാഹിമിനെയാണ് ഞാൻ കണ്ടത്. ഇബ്രാഹിം എങ്ങനെ ഇരിക്കുന്നു, സൗന്ദര്യവാൻ. ആ ഇബ്രാഹിമിന് തുല്യമായി എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര സൗന്ദര്യമായിരുന്നു ഇബ്രാഹിം. അഷ്റഫുൽ ഖൽക്കിൻ്റെ സൗന്ദര്യം പിന്നെ പറയേണ്ടതില്ല. സൗന്ദര്യത്തിൻ്റെ പകുതി യൂസുഫിന്, പിന്നെയോ മുഴുവനും മുഹമ്മദ് നബിക്ക്. അതെന്താ മനസ്സിലാക്കാത്തത്? എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? അല്ലാഹു തആല സൗന്ദര്യത്തെ പടച്ചു, പകുതി യൂസുഫിന് നൽകി. എല്ലാവരും വിചാരിച്ചു യൂസുഫിന് മാത്രം സൗന്ദര്യം, ബാക്കി പകുതിയോ അപ്പകുതിയും ഇപ്പകുതിയും കൂടിയിട്ട് മുഹമ്മദ് നബിക്ക് നൽകി. അപ്പോൾ സൗന്ദര്യം ആയിരിക്കുക യൂസുഫിനാണോ നമ്മുടെ ഹബീബിനാണോ? തീർച്ചയായിട്ടും നമ്മുടെ ഹബീബിനാണ്. ഈ സൗന്ദര്യത്തെ പടച്ച അല്ലാഹ്, അവനാണ് ഏറ്റവും നല്ല സൗന്ദര്യം. അല്ലാഹ് അസൗന്ദര്യം മനസ്സിലാക്കിയവർക്ക് ഈ സൗന്ദര്യം ഒന്നുമല്ല. അല്ലാത്തവർ അള്ളാഹിനെ മാറ്റി നിർത്തും, എന്നിട്ട് ഈ 2 മഖ്ലൂക്കിൻ്റെ സൗന്ദര്യത്തെ ഇങ്ങനെ പുകഴ്ത്തും. അല്ലേ? അല്ലാഹു ജമീൽ ഫഹുവ യുഹിബ്ബുൽ ജമാൽ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, അള്ളാഹു നല്ല അഴകുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനുമാണ് അള്ളാഹു. അവിടെ കോലം കെട്ടിയിട്ട് നടക്കരുത്. നല്ല ഡ്രസ്സ്, നല്ല ഫ്രഷ് ഡ്രസ്സ്, നല്ല കുളിച്ച് വൃത്തിയാക്കി നഖയെല്ലാം മുറിച്ച് താടിയെല്ലാം ഒപ്പിച്ച് നെൽപ്പൽ ടിപ്പ് ടോപ്പായിട്ട് നടക്കണമെന്നാണ് പറഞ്ഞ വാക്കിൻ്റെ മാന. അതും കൂടിയുള്ളതാണ് ആ വാക്കിൻ്റെ മാന. ഉള്ളു തഖ്വ കൊണ്ട് സൗന്ദര്യമുള്ളതാക്കുക, ബാഹ്യമായ വശം അള്ളാഹു തന്ന നിഅമത്തുകളെ കൊണ്ട് സൗന്ദര്യമുള്ളതാക്കി തീർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉപ്പുപ്പ ഇബ്രാഹിം ബൈത്തുൽ മഅമൂറിൻ്റെ ചുമരിന് ചാർന്നിരിക്കുകയായിരുന്നു. അത് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോകും, പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഉപ്പുപ്പ ബൈത്തുൽ മഅമൂറിൻ്റെ ചുമരിന് ചാർന്നിരിക്കുകയായിരുന്നു. ശരിയാണ്, ആകാശത്തിൻ്റെ ഖിബില, ആകാശത്തിൻ്റെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. അതിൻ്റെ ചോട്ടിൽ ഭൂമിയിൽ അള്ളാഹു നിർമ്മിച്ചതാണ് മക്കയിലെ കഅബാലയം. പണ്ഡിതന്മാരെഴുതി, ആകാശങ്ങൾ പിളരുകയും ബൈത്തുൽ മഅമൂർ താഴത്തോട്ട് വരികയും ചെയ്താൽ അത് നേരെ കഅബത്തിൻ്റെ മേലെ വന്ന് വീഴും എന്ന്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദിറ. അല്ലാഹ് പ്ലാൻ ഇല്ലാണ്ടൊന്നും ചെയ്യില്ലല്ലോ, നമ്മൾ പണ്ടേ പറഞ്ഞതല്ലേ. അള്ളാഹിൻ്റെ പ്ലാൻ വളരെ ശക്തമായ പ്ലാനല്ലേ. എല്ലാറ്റിനും കതബല്ലാഹു മഖാദീർ അൽ ഖൽഖ്, അള്ളാഹ് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് എല്ലാം വളരെ കൃത്യമായ കണക്ക് റെഡിയാക്കിയിട്ടാണ്. നിങ്ങളെന്താ ചിന്തിക്കാത്തത്? സൂര്യഗ്രഹണം, ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അല്ലേ. ചന്ദ്രൻ എത്ര ചെറുതാണ് സാധനം, സൂര്യൻ എത്ര വലുതാണ്. എന്നിട്ടും പൂർണ്ണ
സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് എന്തേ സൂര്യനൊരു അംശം പോലും കാണാത്തത്? അതിൻ്റെ ഡിസ്റ്റൻസ് നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക്, ചന്ദ്രനിൽ നിന്ന് സൂര്യനിലേക്ക്. അതിൻ്റെ കൃത്യസ്ഥലത്തെത്തുമ്പോൾ സൂര്യനെ മറക്കാൻ മാത്രം ചന്ദ്രനായി. അപ്പോൾ ചന്ദ്രനിൽ നിന്ന് എത്ര അകലെയാണ് സൂര്യൻ, ചന്ദ്രനിൽ നിന്ന് എത്ര അകലെയാണ് ഭൂമി. അത് കൃത്യമല്ലേ കാര്യം? എത്ര കണക്കാം. ഞാൻ ശാസ്ത്രം പറയാനല്ല അത് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കണക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. കതബല്ലാഹു മഖാദീറൽ ഖൽഖ്. ഓരോ ഗോളങ്ങളുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൃത്യമായ അള്ളാഹുവിൻ്റെ കണക്കാണ്. വല്ലാഹി യാദൃച്ഛികമായി സംഭവിച്ചു പോയതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മഅമൂർ, ആകാശത്തിന് അതിൻ്റെ വീതി വിസ്താരം കേൾക്കണോ? ബൈത്തുൽ മഅമൂറിൽ എന്നും ഹജ്ജും ഉംറയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നത് മലക്കുകളാണ്. ഒരു പ്രാവശ്യം പോയ മലക്കിന് ഒറ്റ പ്രാവശ്യം മാത്രമേ പാസുള്ളൂ. ഒറ്റ പ്രാവശ്യമേ പാസുള്ളൂ. ഒരു പ്രാവശ്യം മാത്രമേ ബൈത്തുൽ മഅമൂറിൽ ഉംറ ചെയ്യാൻ മലക്കുകൾക്ക്. ഉംറ എന്ന് പറഞ്ഞാൽ ഉംറ അസിയാറ, സന്ദർശനം. ഇതാണ് ഉംറൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഉംറ എന്ന് പറഞ്ഞാൽ അൽ ഉംറ അസിയാറ. അപ്പോൾ ഉംറക്ക് പോകുക എന്ന് പറഞ്ഞാൽ കഅബ സന്ദർശിക്കാൻ പോകുക എന്ന അർത്ഥം. ബൈത്തുൽ മഅമൂറിലേക്ക് ഉംറക്ക് വേണ്ടി വരുന്ന മലക്കുകൾക്ക് പാസ് വേണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 70,000 പേർക്ക് ഒരു ദിവസം പാസ്. അടുത്ത സമയം എത്രയാണോ ആ സമയം. ഭൂമിയിലെ 24 മണിക്കൂറാണ് കൂട്ടിയിട്ട് ഒന്നും നിശ്ചയിച്ചു പോകരുത്. പ്രകാശവർഷത്തെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചവരൊക്കെ അല്ലേ നമ്മൾ. അതിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് പുള്ളരോട് വെച്ചാൽ പറഞ്ഞുതരും. അതിനും അപ്പുറത്താണ് ആകാശലോകത്ത് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സമയം. സമയത്തെപ്പറ്റി പറഞ്ഞിട്ടില്ലേ ഖുർആൻ? ഫീ യൗമിൻ കാന മിഖ്താറുഹു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ഫീ യൗമിൻ, ഒരു ദിവസം, കാന മിഖ്താറുഹു, ആ ദിവസത്തിൻ്റെ ദൈർഘ്യം, അൽഫസന, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഭൂമിയിലെ 1000 കൊല്ലം കഴിയുമ്പോഴേ അവിടെ ഒരു ദിവസമാവും. അള്ളാഹു പറഞ്ഞല്ലേ. വേറെ ആയത്തെന്താണ്? ഫീ യൗമിൻ കാന മിഖ്താറുഹു 50 അൽഫസന, ഭൂമിയിൽ 50,000 കൊല്ലം കഴിഞ്ഞാലേ ഒരു ദിവസമാകുള്ളൂ. അങ്ങനെയുള്ള ഗോളങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടി. എങ്കിലിപ്പോൾ ഈസാ നബിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 33-ാമത്തെ വയസ്സിലാണ് പോയത്. 33-ാമത്തെ വയസ്സിൽ തിരിച്ചു വരും. എന്താ കുഴപ്പം? 2000 കൊല്ലമില്ലേ പോയിട്ട്? ആ പോയ സ്ഥലം നോക്കറോ? ഭൂമിയിൽ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും ഈ 2000 കൊല്ലം കൊണ്ട്? അവിടെ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും ഭൂമിയിലെ 2000 കൊല്ലം കൊണ്ട്? എങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്ന പോലെയല്ലേ ആവുള്ളൂ. പിള്ളേർ ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ ഗോളങ്ങളിലുള്ള സമയത്തിൻ്റെ കണക്ക്. ഈ സൗരയുധത്തിലുള്ള ഗോളങ്ങൾ സയൻസ് എന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല കേട്ടോ. എന്നെക്കാൾ വലിയ അറിവുള്ളവരും ഇൽമുള്ളവരും ആ വിഷയത്തിൽ നിങ്ങളാണ് അല്ലേ. സൗരയുധത്തിൻ്റെ കണക്ക് തന്നെ പറഞ്ഞു തരുമല്ലോ പിള്ളേർ. തൊട്ടടുത്തുള്ള ചൊവ്വ, അതേ തന്നെ ബുധൻ, അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വ്യാഴം, പിന്നെ ശനി, തൊട്ടടുത്ത് ഭൂമിൻ്റെ ശുക്രൻ, അതിൻ്റെ അപ്പുറത്ത് നെപ്റ്റ്യൂൺ, യുറാനസ്, പ്ലൂട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോ ഗോളത്തിലും കഴിയുന്ന കൊല്ലങ്ങൾ എത്രയാ? ഈ ഒന്നാം സൗരയൂഥത്തിലുള്ള ഗോളങ്ങളിൽ തന്നെ ചില സ്ഥലത്ത് ഈ ഭൂമിയിൽ 700 കൊല്ലം കഴിയണം അവിടെ ഒരു ദിവസമാകണമെങ്കിൽ എന്താ കണക്ക്? അത് ഭൗതിക പ്രപഞ്ചം ഒന്നാം സൗരയൂഥം. എങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തെ കഥ പറയാനുണ്ടോ? അതുകൊണ്ട് കൂടുതലൊന്നും അള്ളാൻ്റെ കാര്യം ആലോചിച്ചിട്ട് തലമുണ്ടാക്കണ്ട. അതെങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ഒന്നും ചിന്തിക്കണ്ട. കുല്ലും മിൻ ഇന്ദിന മിൻ റബ്ബിന, എല്ലാം എൻ്റെ അള്ളാഹ്ക്ക് കഴിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോഴല്ലേ തൗഹീദ് പൂർത്തിയാവുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു എന്ന് പറഞ്ഞാൽ തൗഹീദ് പൂർത്തിയാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞാൽ തീരെയാവില്ല. അത് തുടക്കമല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. രണ്ടാമത്തെ ഘട്ടം ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്. മൂന്നാം ഘട്ടം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോഴേ തൗഹീദ് ഫ്ലാറ്റ് ആവുള്ളൂ. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽക്കായ തങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സലാം പറഞ്ഞു. തുടർന്ന് ഇങ്ങോട്ട് മർഹബൻ ബിബിനി സ്വാലിഹ്, മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ്, എൻ്റെ പൊന്നുമോൻ വാ, ബിനി സ്വാലിഹ്, എൻ്റെ സ്വാലിഹായ മോന് സ്വാഗതം. വൻ നബിയ്യി സ്വാലിഹ്, എൻ്റെ മക്കളെ കൂട്ടത്തിൽ പ്രഗത്ഭനായ പ്രവാചകൻ എൻ്റെ മോൻ മുഹമ്മദ് വാ, അടുത്തിരിക്കും. രാജ എന്താ അള്ളാഹിനെ പറ്റി എന്തോ സംശയം തോന്നുന്നുണ്ടോ? ആ അപകടമാണ്. ഷെയ്ത്താൻ വന്നിട്ട് കുത്തുന്നുണ്ടാവും.
എന്തായി പറയുന്നത്? അത് എൻ്റെ അള്ളാഹിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഷെയ്ത്താനും മറുപടി പറഞ്ഞു കൊടുക്കണം. എൻ്റെ അള്ളാ റബ്ബുനല്ലാ, ഞാൻ ഷെയ്ഖിനെ പറ്റിയല്ല പറയുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം ഷെയ്ത്താന്. നീ പഠിപ്പിച്ച ഷെയ്ഖ് ഉണ്ടല്ലോ, ആ ഷെയ്ഖല്ല, എൻ്റെ അള്ളാ വേറെയാ. എൻ്റെ അള്ളാ പ്രപഞ്ചത്തിൻ്റെ റബ്ബാണ്. നീ പറഞ്ഞു കൊടുക്കുന്ന മുദബ്ബിറല്ല എൻ്റെ അള്ളാ. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം, നീണ്ടുപോയാൽ ശരിയാവില്ല. മോനെ മുഹമ്മദ്, നീ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ നിന്റെ ഉമ്മത്തിന് എൻ്റെ സലാം പറയണം. അസ്സലാമു അലൈക്കും അലാ ഉമ്മത്തിക്. നിന്റെ ഉമ്മത്തോട് എൻ്റെ സലാം പറയണം. വെറുതെ അല്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ അലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ അലി ഇബ്രാഹിം. വെറുതെ തമാശക്ക് പറയല്ല. നിന്റെ സമുദായത്തോട് എൻ്റെ സലാം പറയണം. ഉപ്പുപ്പാൻ്റെ സലാം മോനെ പറഞ്ഞേക്കുക നമ്മുടെ അടുത്തേക്ക്. എന്താണ് കൂട്ടരെ അതിൻ്റെ രസം? ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിഫാഖൊക്കെ മനസ്സൊന്ന് കഴുകിക്കള. അതൊന്നും ചോദിക്കുക അള്ളാഹുവിനോട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ് വമുറാഫഖത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅ്ലാ ജന്നത്തിൽ ഖുൽദ്. അല്ലാഹ്, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് കെഞ്ചുന്നു, ഈമാനൻ ലാ യർതദ്, ഒരു പോറലും ഏൽക്കാത്ത, ഒരൊട്ട ഒടവും ഇല്ലാത്ത ഈമാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വനഈമൻ ലാ യൻഫദ്, തീർന്നു പോകാത്ത നിഅമത്തുകൾ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വമുറാഫഖത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഅ്ലാ ജന്നത്തിൽ ഖുൽദ്, കാലാകാലം അധിവസിക്കുന്ന നിന്റെ പ്രവാചകൻ മുഹമ്മദായ മുത്ത് മുസ്തഫ താമസിക്കുന്ന സ്വർഗത്തിൽ തൊട്ടടുത്ത കട്ടിൽ എനിക്ക് തരണേ അല്ലാഹ്. അപ്പം അതിൻ്റെ അർത്ഥം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ യോഗ്യതയെ പറ്റി നോക്കരുത്. ആ സമയത്ത് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണം. സ്വർഗത്തിൽ കൂട്ടുകാരന് വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ യോഗ്യത നോക്കിയിട്ടല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അല്ലാഹുവിനോട് പറയണം. ഞാനായിരിക്കണം നിങ്ങളെ കൂട്ടുകാരൻ, ധൈര്യമായിട്ട് ചോദിക്കണം. ആര് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്. നമ്മൾ സ്വന്തം തീരുമാനിക്കും, ഞാൻ ഒന്നിനും കൊള്ളാത്ത കൊണ്ട് എനിക്ക് ഏതെങ്കിലും തങ്ങളുപ്പാപ്പനെ കിട്ടിയാൽ മതി. ഇല്ലില്ല, അങ്ങനെയാണ് ഷീഈ മൊല്ലന്മാർ പഠിപ്പിക്കലും. നമുക്കൊക്കെ നബി തങ്ങളടുത്ത് പോകുന്നത് യോഗ്യത, നമുക്ക് തങ്ങളുപ്പാപ്പ, അത്തങ്ങളുപ്പാപ്പത്തിന് എത്തുകൊടുത്ത് വിട്ടാൽ മതി. ഇല്ല, വല്ലാഹി അത് ശൈത്താന്റെ വാചകമാണ്. ശൈത്താൻ അവരെ നാവിലിട്ട് കൊടുക്കുന്ന കലിമത്തുകളാണ്. അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ഫിർദൗസ് എന്ന സ്വർഗത്തിന് ചോദിക്കണം കേട്ടോ. ഏതായി സ്വർഗം? പ്രവാചകന്മാരുടെ സ്വർഗം. അഷ്റഫുൽ ഖൽഖിന്റെ സ്വർഗം ഫിർദൗസ്, ഏറ്റവും ഉയർന്ന തട്ടിലുള്ള സ്വർഗം. അതെന്നെ നിങ്ങൾ ചോദിക്കണം. ഉമ്മത്തോടാ പറയുന്ന അഷ്റഫുൽ ഖൽഖ്. ആ സ്വർഗത്തിൽ കൂട്ടുകാരന് വേണ്ടി ചോദിക്കുമ്പോൾ ഞാൻ യോഗ്യനല്ലാന്ന് പറ്റി ഏതെങ്കിലും ശൈഖിനെയും തങ്ങളെയും കൂട്ടുകാരനായി കിട്ടാൻ വേണ്ടി എന്താ, ഞാനായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരൻ. നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. ഏറ്റല്ലോ മുറാഫഖത്ത മുഹമ്മദിൻ, ആ ഹബീബ് പഠിപ്പിച്ചെന്ന ദുആണത്. മുറാഫഖത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുറാഫഖ, റഫീഖിയത്ത്, അടുത്ത കൂട്ടുകാരൻ, അടുത്ത ബെഡിൽ കിടക്കുന്ന കൂട്ടുകാരൻ എൻ്റെ ഹബീബിനെ ആക്കി തരണേ അള്ളാഹുവേ എന്ന് ചോദിക്കണം. എന്നും തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സുജൂദിൽ ചോദിക്കും. മുറാഫഖത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി. ഉടൻ തന്നെ അള്ളാഹുവിനോട് കാവലിനെ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വൻ നിഫാഖ്. ഇത് ചോദിച്ച ഉടൻ തന്നെ അടുത്ത ദുആ അതായിരിക്കണം തഹജ്ജുദിന്റെ സുജൂദിൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, ഏ അല്ലാഹ് നിന്നോട് കാവലിനെ തേടുന്നു ഞാൻ, മിനൽ കുഫ്രി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി, നിഷേധത്തെ തൊട്ട്. കുഫറും ചിർക്കും വേറെ വേറെയാണ്, രണ്ടും ഒരേ സമയത്തോ അർത്ഥം വെക്കും, രണ്ടും വേറെ വേറെയോ അർത്ഥം വെക്കും. കുഫർ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കലാണ് കുഫർ. ശിർക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ തന്ന ആളോടൊപ്പം മറ്റൊരാളെയും കൂടി ആ കൂട്ടത്തിൽ കൂട്ടലാണ് ശിർക്ക്. കുഫർ നിഷേധമാണ്, തള്ളുക, മനസ്സാണ് ആദ്യം തള്ളുക. എന്ത് വിരാന്ത്, അത് തന്നെ കുഫർ. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ എന്ത് വിരാന്ത്, വായുകൊണ്ട് പറയണമെന്നില്ല, മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. വല്ലാഹി ആ സമയത്ത് കാഫിറാവും.
അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഏ അല്ലാ, കുഫറിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. വൽ ഫഖർ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ദാരിദ്ര്യം, ഫക്കീർ തരം വേറെ, മിസ്കീൻ തരം വേറെ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹീനി മിസ്കീന, എന്നെ നീ മിസ്കീനായിട്ട് ജീവിപ്പിക്കണം. വഅമിത്നി മിസ്കീന, എന്നെ നീ മിസ്കീനായിട്ട് മരിപ്പിക്കണം. വഹ്ശുർനി ഗദം ഫി സുംറത്തിൽ മസാക്കീൻ, നാളെ മിസ്കീന്മാരൊന്നിച്ച് എന്നെ നീ കൂട്ടണം. എന്താണ് മിസ്കീനും ഫക്കീറും നമ്മുടെ വ്യത്യാസം? ഫക്കീർ തരത്തെ തൊട്ട് കാവല്യത്താണ് എപ്പോഴും. ഉലമാക്കൾ ഉദാഹരണം പറഞ്ഞു തരാറുണ്ട്. ഈ സക്കാത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ രണ്ടാളും ഇല്ലേ, ഫക്കീറും ഉണ്ട് മിസ്കീനും ഉണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞാൽ നാടൻ ഉദാഹരണം ഉലമാക്കൾ പറയാറുണ്ട്. അയാൾക്കും അയാളുടെ കുടുംബത്തിനും ജീവിക്കാൻ ഒരു ദിവസം 500 രൂപ വേണം. 5 പൈസ വരുമാനമില്ല, അയാളാണ് ഫക്കീർ. അള്ളാഹു കാക്കട്ടെ. മിസ്കീനോ ജീവിക്കാൻ 500 രൂപ വേണം ഒരു ദിവസം. അയാൾക്ക് ഏതാണ്ട് ഒരു 300, 350, 400 വരുമാനമേ ഉള്ളൂ. അയാളെ മിസ്കീൻ. പോരെ പോരെ മതി. 500 കൊണ്ട് തന്നെ ജീവിക്കണമെന്നില്ലല്ലോ, 350 കൊണ്ടും ജീവിക്കാമല്ലോ. അയക്കൂറി ആവൂലും വാങ്ങാനല്ലേ 500, 400 വേണ്ട. ചാളമത്തി വാങ്ങാൻ 60, 70 കൊണ്ടുള്ളൂ. ഒപ്പിച്ച് ജീവിക്കാം, അങ്ങനെ മതി. അങ്ങനെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, എനിക്ക് ഒപ്പിച്ചങ്ങ് ജീവിച്ചു പോയാൽ മതി അള്ളാഹുവേ, ഇല്ല പത്രാസൊന്നും വേണ്ട അള്ളാഹു. അതുകൊണ്ടല്ലേ വേറൊരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ, നിന്നോട് ഞാൻ യാചിക്കുന്നു, ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, ഗുണകരമായ പ്രവൃത്തികൾ എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണം. വതർക്കൽ മുൻകറാത്ത്, നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത്, അത് ഒഴിവാക്കാനുള്ള സൗഭാഗ്യം എനിക്ക് തരണം. വഹുബ്ബൽ മസാക്കീൻ, അല്ലാഹു റസൂൽ ദുആ ചെയ്തു, മിസ്കീന്മാരോട് എനിക്ക് ഒരു സ്നേഹം മനസ്സിലിട്ട് തരണം. നല്ലല്ലേ? ഫക്കീർമാരെങ്ങനെയും ജീവിച്ചു പോകും. മിസ്കീന്മാർ പുറത്തിറങ്ങും, നേരത്തെ പറഞ്ഞ പോലെ ജമീലായിട്ടാണ് ഉണ്ടാകും. നല്ല ഡ്രസ്സ്, താടി മീശയിൽ ഒപ്പിച്ച് നല്ല റെഡി ടിപ്പ് ടോപ്പായിട്ട്, ചിലപ്പോൾ കാറിലായിരിക്കും വരിക അല്ലേ, പക്ഷെ ഉള്ളു പൊള്ളായിരിക്കും. ചിലപ്പോൾ കത്തടക്കിയിട്ടുണ്ടാവില്ല. എന്താ ഓനിക്ക് കാറ് വിറ്റിട്ട് കത്തലായിക്കൂടെ? അതൊന്നും ന്യായമല്ല പറച്ചിൽ. എങ്ങനെ ഓനിക്കെന്താ പുര വിറ്റിട്ട് പോയിക്കൂടെ എന്നെല്ലാം പറയുന്ന, അതൊന്നും പറച്ചില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മളോട്. അപ്പോൾ മിസ്കീനാണോ എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല എല്ലാം ഫക്കീറന്മാർക്ക് വാരി കൊടുത്തിട്ട് നീ ഒതുങ്ങിയിരിക്കേണ്ടാവും, പിന്നെയും തെണ്ടാൻ പഠിക്കും. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ അരി ഫക്കീറന്മാർക്ക് എല്ലാം കൊടുക്കാൻ പാടില്ല, കുറച്ചേ കൊടുക്കാവൂ ഇമാം അബൂ ഹനീഫ. കാരണം ഓൻ തെണ്ടാൻ പഠിച്ചു പോകും. ഈ കൊടുത്താൽ പിന്നെ ഓൻ ജോലി ചെയ്യില്ല, പിന്നെ തെണ്ടലായിരിക്കും ജോലി. മറ്റോൻ അങ്ങനെയല്ല, മിസ്കീൻ അങ്ങനെയല്ല, ഒരിക്കലും അവൻ്റെ മാന്യത കളയില്ല. അങ്ങനെ ഓൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവനായിരിക്കും. അവൻ്റെ മക്കളെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ പുറത്ത് കണ്ടാൽ വിചാരിക്കും വളരെ പത്രാസാണ്, ഉള്ളിൽ കയറിയോ. അങ്ങനെയുള്ള ആളെ നമ്മൾ തേടി പിടിച്ച് അവൻ അഭിമാനം, തഅഫുഫ്, ഖുർആൻ പറഞ്ഞത് തഅഫുഫ്, സ്വയാഭിമാനം, അഭിമാനം. ആ അഭിമാനത്തിൻ്റെ പേരിൽ അവൻ്റെ കഥകൾ അവൻ പറഞ്ഞെന്ന് വരൂല. നമ്മളെങ്ങനെങ്കിലും പുറത്തുനിന്ന് അറിയണം അവൻ്റെ കഥകൾ, എന്നിട്ട് ആ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടണം. അവൻ്റെ പ്രശ്നത്തിൽ, ഫക്കീറിൻ്റെ പ്രശ്നത്തിലല്ല. അതൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ ഒരുപാട് കഥകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാൻ പിന്നെ പറഞ്ഞ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ്ശിർക്കി വരിയാ. അല്ലാഹുവേ, നീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരെണ്ണുമണി തൂക്കം നീ അല്ലാത്തൊരാളെ ആ കൂട്ടത്തിൽ കൂട്ടുന്നതിൽ നിന്ന് എന്നെ കാക്കണം. നിന്റെ ആധിപത്യം, നിന്റെ മഹത്വം, നിന്റെ കിബിരിയാ, നിന്റെ ജലാലത്ത്, നിന്റെ ജമാലത്ത്, നിന്റെ നവാലത്ത്, നിന്റെ കമാലത്ത് ഒരു നബിക്കും അവിടെ എത്താൻ കഴിയില്ല, ഒരു റസൂലിനും എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നീയുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ ഇവരെ ആരെയും ഞാൻ പരിഗണിക്കുന്നുമില്ല. നിനക്ക് പകരം നീ മാത്രം. ആ സൗഭാഗ്യം നീ എനിക്ക് തന്നതിന് ശേഷം മറ്റെന്തെങ്കിലും മനസ്സിലേക്ക് കടന്നുകൂടുന്നതിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാഹുവേ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും എന്തെങ്കിലും ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു പോകുന്നത്, അതും നീ എന്നെ കാക്കണേ അല്ലാഹുവേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുത്തൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒറ്റക്ക്. അപ്പോഴാരോ കയറി വരുന്നത് പോലെ തോന്നി, ഒച്ച കേട്ടിട്ട്.
ആ സമയത്ത് ഇവനൊന്ന് നേരെ നിന്ന് നിസ്കാരത്തിൽ ഒന്നും യുസയ്യിനു സലാത്തഹു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ചത്. അവൻ കയറി വരും, ആരോ കയറി വരുന്നുണ്ട്, അപ്പം ഞങ്ങൾ നേരെ നിൽക്കാം. ഇതുവരെ ഇങ്ങനെ ഒന്നോ നിന്നിട്ടാണ് ഉള്ളത്. ആരോ കയറി വരുന്നെന്ന് കണ്ടപ്പോൾ ഒന്ന് നേരെ നിന്ന് ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓത്തും ഭയങ്കരമായ തക്കവും ശിർക്കുൽ അസ്ഗർ ചെയ്തു അവൻ എന്നാണ് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞത്. ചെറിയ ശിർക്ക്. ആ നിസ്കാരത്തിന് അല്ലാഹ്ക്ക് ആവശ്യമില്ല. ഒന്നേ ചിന്തിച്ചിട്ടുള്ളൂ, ഒന്നൊന്ന് അധികം നിന്നിട്ടേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് വിട്ടേക്ക്. ഇതെല്ലാം ദുആയിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊന്നും നമ്മുടെ സാമർഥ്യം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കൂട്ടരെ. അള്ളാഹുവിനോട് യാചിച്ച് ചോദിച്ച് വാങ്ങണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ്ശിർക്കി വരിയാ. 3 ദുആ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ അഷ്റഫുൽ ഖൽഖായ മുത്തോട് പറഞ്ഞു, സലാം ഞാൻ പറഞ്ഞതിന് ശേഷം, മുഹമ്മദേ മോനെ, സ്വർഗത്തിൻ്റെ മണ്ണ് ഫലഭൂയിഷ്ടമാണ് മോനെ. സ്വർഗത്തിൻ്റെ മണ്ണ് ഫലമുള്ള മണ്ണാണ്. അത് നല്ല നന്നായി പറയാ, നല്ല മണ്ണിന് എന്താ പറയാ, നല്ല പൂലുള്ള മണ്ണാണ്. നല്ല എന്തും നടാനും കുടിക്കാനും പറ്റുന്ന മണ്ണാണ്. നല്ല മണ്ണാണ് മോനെ സ്വർഗത്തിലെ മണ്ണ്. ഉമ്മത്തോട് പറയണം, ആവശ്യമുള്ള കൃഷി ഇവിടെ നിന്ന് തന്നെ ചെയ്തോളാൻ വേണ്ടി പറയണം. ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ആവശ്യമുള്ള തോട്ടം ഇവിടെ നിന്ന് ശരിയായിക്കൊള്ളണം. കണ്ണെത്താത്ത ദൂരത്തിലാണ് കിട്ടുക. അർളുഹസ് സമാവാത്തു വൽ അർള്. സ്വർഗത്തിൻ്റെ വിധി വിസ്താരം എത്രയായിരിക്കും? ആകാശ ഭൂമിയോളമായിരിക്കും. ഒരാൾക്ക് കിട്ടുന്നതിനെ പറ്റി ഈ പറഞ്ഞത്, ഒരാൾക്ക് കിട്ടുന്നതിനെ പറ്റി പിന്നെ ബാക്കി പറയണോ? ഒരേറ്റവും താണാക്ക് സാദാ സീതക്കാരന് കിട്ടുന്ന സ്വർഗത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം ബില്ലുബില്ലാക്ക് കിട്ടുന്ന സ്വർഗം അല്ലാഹു അക്ബർ. അവിടെ ഇപ്പോഴേ കൃഷി നടത്തണം മോനെ. നല്ല തോട്ടം വെച്ച് പിടിപ്പിക്കണം. നല്ല തോട്ടം, നല്ല എസ്റ്റേറ്റ്, വസുറൂഇൻ വമഖാമിൻ കരീം, നല്ല എസ്റ്റേറ്റും തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. അവിടെ ഏറ്റവും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ തോട്ടം പറഞ്ഞു തരട്ടെ മോനെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് മോനെ സ്വർഗത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല തോട്ടം. അതുകൊണ്ട് ഉമ്മത്തോട് ഇത് വർദ്ധിപ്പിക്കാൻ പറയണോ? ഏറ്റല്ലോ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അവൻ്റെ സൃഷ്ടി സംവിധാനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒന്ന് പറയുമ്പോൾ ഇത് വിശദമാക്കി പറയുമ്പോൾ അങ്ങെത്തിപ്പോവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭാശയം എന്ന സുരക്ഷിത മേഖലയിൽ ആ ഭ്രൂണവും അണ്ഡവും സംയോജിപ്പിച്ച വസ്തുവിനെ ചേർക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, സുമ്മ ഖലഖിന നുത്ഫത അലഖ. ഒരു 40 ദിവസമാകുമ്പോഴേക്ക് ഗർഭാശയത്തിൽ അതൊരു ഭ്രൂണമായി പരിണമിപ്പിക്കുന്നതാണ് ഞാൻ എന്നാ പറഞ്ഞല്ല. അതിന് ഗവേഷണം ചെയ്തിട്ട് നിങ്ങളെ വകയാക്കണ്ട. ഞാൻ അങ്ങനെ ചെയ്യുന്ന അല്ലാഹു പറഞ്ഞു. ഗവേഷണം ചെയ്തോ? മെഡിക്കൽ കോളേജിലെ മ്യൂസിയത്തിൽ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3ാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ച സകല അസ്ബാബുകളെയും നമുക്ക് നേരിട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കൗനിയായ അറിവുമായിട്ടും ബന്ധപ്പെട്ടതാണ് എന്ന്. അത് വെറും വഹയിൻ്റെ ഇൽമു മാത്രമല്ല, ഭൂമിയിൽ ജീവിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യർക്ക് അവൻ്റെ അറിവിലൂടെയും കണ്ടെത്താൻ പറ്റും അത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്താ അങ്ങനെ ആദമിനെ കഴിയോ? ഇല്ല, ആദമിനെ അങ്ങനെ പഠിക്കാൻ കഴിയില്ല. ഹവ്വാനെയും അങ്ങനെ പഠിക്കാൻ കഴിയില്ല. 3ാമത്തെ ആളെ പറ്റി പഠിച്ചോളൂ, നമ്മൾ സമ്മതിച്ചു അല്ലാഹു തആല. 40 ദിവസം കൊണ്ട് അത് അലക്കത്തായി രൂപപ്പെടും എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു. വീണ്ടും കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ സുമ്മ ഖലഖിനൽ അലഖത മുദ്ഗ, മാംസപിണ്ഡമാക്കി ഞാൻ അതിനെ രൂപപ്പെടുത്തുന്നു. ഫഖലഖിനൽ മുദ്ഗത ഇളാമ, വിശദീകരിക്കുന്നില്ല. മാംസപിണ്ഡത്തെ ഞാൻ പിന്നീട് അസ്ഥികൂടങ്ങളാക്കി രൂപപ്പെടുത്തുന്നു. ഫകസൗനൽ ഇളാമ ലഹ്മ,
ആ അസ്ഥികൂടങ്ങൾക്ക് മുകളിൽ മാംസപേശികളെ കൊണ്ട് നാം പൊതിയുന്നു. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 4-ാമത്തെ മാസമാകുമ്പോഴേക്ക് ഗർഭാശയത്തിൽ ഒരു മനുഷ്യ കുഞ്ഞിന് രൂപമുണ്ടാകുന്നു. ഇല്ലേ? നിഷേധിക്കാനായിക്കൊണ്ടു പറ്റുമോ? പഠിച്ചോ, ഗവേഷണം ചെയ്തോ, അതിനുള്ള അസ്ബാബുകളെ തേടിക്കോ, ആര് തടസ്സം പറയുന്നു? പക്ഷെ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ ഇൽമ കൊണ്ട് മാത്രം നമ്മളോട് പറഞ്ഞ അള്ളാഹു അസ്ബാബുകളെ പരിഗണിക്കാതെ, മെറ്റീരിയൽസ് പരിഗണിക്കാതെ അള്ളാഹു ഇടപെട്ട വിഷയങ്ങളെ ഗവേഷണം ചെയ്ത് കൊളാക്കണ്ടെന്നാ പറഞ്ഞു വന്നത്. ഹൃദയത്തിന് രോഗം വരുത്തണ്ടെന്ന്. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ 2ാം ഘട്ടത്തെ പറ്റി വിശദീകരിച്ചു തന്നു. എന്താണ് 2ാം ഘട്ടം? നിർമ്മാണമാണ്, പ്രത്യുൽപാദനമാണ്. മക്കളും അങ്ങനെ ആദം ഹവ്വ ദമ്പതിമാരെ ഉപയോഗിച്ച് പ്രത്യുൽപാദനം തുടങ്ങിയ അല്ലാഹു തആല 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഇന്നാ ഹദൈനാഹു, ഞാൻ തന്നെയാണ് വഴി നിശ്ചയിച്ചു കൊടുത്തത്, ഞാൻ തന്നെയാണ് ആ മനുഷ്യന് വഴി നിശ്ചയിച്ചു കൊടുത്തത്. ഹദൈനാഹു, ഞാനാണ് അവന് വഴി കാണിച്ചു കൊടുത്തത്. അസ്സബീൽ, മുന്നോട്ട് പോകാനുള്ള വഴി, അതെ, വന്നയിടത്തേക്ക് തിരിച്ചു പോകാനുള്ള വഴി ഞാൻ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇമ്മാ ഷാക്കിറ, ഒന്നിക്കിലത് ഈമാന്റെ വഴിയായിരിക്കും, ഇമ്മാ കഫൂറ, ഒന്നിക്കിലത് കുഫറിന്റെ വഴിയായിരിക്കും. അപ്പൊ 2 വഴിയുടെയും ഉടമസ്ഥൻ ആരാണെന്ന് മനസ്സിലായത് ഇപ്പോ? അല്ലാഹുവാണ്. ഒന്നിക്കിൽ ഹിദായത്തിന്റെ വഴിയായിരിക്കും, അല്ലെങ്കിൽ ലലാലത്തിന്റെ വഴിയായിരിക്കും. ഈ 2 വഴിയുടെയും മാലിക് അല്ലാഹുവാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ പരിചയപ്പെടുത്തി തന്നു, ദലാലത്തിനെയും പരിചയപ്പെടുത്തി തന്നു. എന്താണ് ഹിദായത്ത്? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ കഞ്ഞി കാച്ചി കുടിക്കാൻ വേണ്ടി, വസ്തുക്കളെ സംഘടിപ്പിക്കാൻ വേണ്ടി അല്ലാഹു അല്ലാത്ത മഹാന്മാരെ സമീപിക്കലുമായിട്ട് ഹിദായത്തിന് ബന്ധമില്ല. ഹിദായത്തിന് സന്മാർഗം എന്ന് മാത്രം അർത്ഥം വെക്കുകയും ആ സന്മാർഗം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു അല്ലാത്ത വ്യക്തികളെ അന്വേഷിച്ചു പോവുകയും ചെയ്യുന്നവൻ ഹിദായത്ത് എന്താണെന്ന് മനസ്സിലാകാത്തവനാണ്. എന്താണ് ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അസ്ബാബുകളെ, മെറ്റീരിയൽസ് സംഘടിപ്പിക്കുമ്പോൾ ആ വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ആരെയും പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിക്കാനുള്ള മാനസികാവസ്ഥക്കാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തരീഫ് ഇല്ലേ? അള്ളാഹിനെ മാത്രം വിളിക്കുക, അതിനല്ല ഹിദായത്ത് എന്ന് പറയുന്നത്. ഞാൻ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല, ഇത് തീരുമാനിക്കാനുള്ള മാനസിക ധൈര്യത്തിനാണ് ഹിദായത്ത് എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അതാണ് ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ. അതുകൊണ്ടാണ് ഹിദായത്ത് അംഗീകരിച്ച ഒരുത്തൻ അല്ലാഹുവുമായിട്ട് കരാറിൽ ഏർപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലക്ക് കരാർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലെങ്കിൽ ലാ റഹ്മാന ഇല്ലല്ലാ, ലാ റഹീമ ഇല്ലല്ലാ, ലാ മാലിക ഇല്ലല്ലാ, ലാ ശാകിറ ഇല്ലല്ലാ, അങ്ങനെ പല വചനങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അല്ലാഹു തആല സമ്മതിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു തആല ഷഹാദത്തിന് വേണ്ടി തന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ഒരു ശീഈ മതക്കാരൻ ഇസ്ലാമാവുന്നു, ഓൻ അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ എന്ന് പറഞ്ഞ അവന്റെ ഷഹാദത്ത് സഹിയാവോ? അല്ല ഒരു ഹിന്ദു മതക്കാരൻ, അല്ല ഒരു ക്രിസ്ത്യാനി മതക്കാരൻ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവന്റെ ഉലൂഹിയത്തിൽ തന്നെ വേണം ഷഹാദത്ത്. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ ഷഹാദത്ത് പറഞ്ഞാൽ ഷഹാദത്ത് സഹിയാകുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോട് ആവശ്യപ്പെട്ടത്. ആര്? ഏത് മനുഷ്യൻ? ഹിദായത്ത് അല്ലാഹ് തീരുമാനിച്ച മനുഷ്യൻ. യഹ്ദി മൻ യശാ വയുളില്ലു മൻ യശാ. ഹിദായത്ത് അങ്ങനെ സാമർത്ഥ്യം കൊണ്ടൊന്നും നേടാൻ ആരും മെനക്കെടണ്ട, മെമ്പർഷിപ്പ് കൊണ്ട് നേടാനും മെനക്കെടണ്ട, ഇൽമ് വലിയ അറിവ് കൊണ്ട് നേടാനും മെനക്കെടണ്ട. ഇതുകൊണ്ടൊന്നും ഒതുങ്ങി കിട്ടുന്ന സാധനമല്ല ഹിദായത്ത്. പലപ്പോഴും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആവശ്യം. അങ്ങനെ സാമർത്ഥ്യം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നുവെങ്കിൽ, അറിവ് കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നുവെങ്കിൽ, ഒരു 10-25 കൊല്ലം കിതാബ് ഓതിയിട്ട് കാരിയോ ആലിമോ കാളിയോ മുദരിസോ ആരോ ആയാൽ നേടാൻ പറ്റുന്ന കാര്യമാണ് എങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യക്കും മകനും കിട്ടണമായിരുന്നു, ലൂത്ത് നബിന്റെ ഭാര്യക്ക് കിട്ടണമായിരുന്നു, ഇബ്രാഹിം നബിന്റെ ബാപ്പാക്ക് കിട്ടണമായിരുന്നു, ഹബീബായ മുത്തിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ ആലിമുൽ അല്ലാമയായ അബൂ താലിബിന് കിട്ടണമായിരുന്നു. വെറും ആലിമ് മാത്രമല്ല അബൂ താലിബ്, ആലിമുൽ അല്ലാമയാണ് അബൂ താലിബ്. ഹബീബായ മുത്തിന്റെ ഉമ്മത്തിൽ
അബൂ താലിബിനേക്കാൾ ഇൽമുള്ള ഒരാളെ വേറെ കാണിച്ചു തരാൻ കഴിയില്ല ആ കാലഘട്ടത്തിൽ. അത് അയാൾ മൂപ്പരെന്നെ സംബന്ധിച്ച വിഷയമാണല്ലോ. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. മുഹമ്മദിൻ്റെ ദീൻ എന്താണ് എന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, മുഹമ്മദ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആരാണ് അബൂ താലിബിൻ്റെ ഉസ്താദ്? അബൂ താലിബ്. ഈ പറയുന്ന 25 കൊല്ലം കിതാബ് ഓതിയിട്ട് കാലിയും കുലാത്തും അയാൾ ഉസ്താദ് ആരാ? നാട്ടിലെ ഏതെങ്കിലും നാടൻ മൊയ്ലിയാർ. തുല്യമാണ് രണ്ടും. അബൂ താലിബിൻ്റെ ഉസ്താദ് അഷ്റഫുൽ ഖൽക്കല്ലേ? അഷ്റഫുൽ ഖൽക്കിൻ്റെ ഗുരുകുലത്തിൽ 8 കൊല്ലം കിതാബ് ഓതി പഠിച്ചാളല്ലേ അബൂ താലിബ്? ഇൽമ കൊണ്ട് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അബൂ താലിബിൽ രക്ഷപ്പെടേണ്ടത് സാമർഥ്യം കൊണ്ട്, അടുപ്പം കൊണ്ട്, സ്നേഹം കൊണ്ട് ഒരു തുല്യത കാണിച്ചു തരാൻ പറ്റുമോ? അബൂ താലിബിന് തുല്യമായിട്ട് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ ഇന്ന് വരെ? അഷ്റഫുൽ ഹക്കിനോട് വ്യക്തിപരമായി ഇൻസാനിയത്തിൻ്റെ ഭാഷയിൽ അബൂ താലിബിനെ പോലെ. പക്ഷെ അബൂ താലിബിന് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത്, ഇന്നലെ വരെ കഷ്ണൻ ട്രൗസർ വിട്ട് ദിനേശ് വീടിന്റെ കുറ്റിയും വലിച്ച് തെക്കോട്ടും വടക്കോട്ടും ഏറാപാറ നടന്നവൻ ഇന്ന് തൗഹീദിന്റെ പ്രബോധകനാണെങ്കിൽ അവൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാർഗത്തിലാണ്. 15 കൊല്ലം കിതാബോധി, 25 കൊല്ലം മുദരിസായി, 40 കൊല്ലം കാവിയായിട്ട് ജീവിച്ച ഒരാള് ഇപ്പോഴും ദലാലത്തിലാണ് എങ്കിൽ അയാൾ അബൂ താലിബിന്റെ ദർജയിലാണ്, അബൂ താലിബിന്റെ മാർഗത്തിലാണ്. ഇയാൾ ഉസ്താദ് അബൂ താലിബാണ്, മറ്റൊന്റെ ഉസ്താദ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. ആരെ സ്വീകരിക്കും നിങ്ങൾ തീരുമാനിച്ചോ? അതുകൊണ്ട് നീ ഇന്നലെ വരെ ഏറാപാറ നടക്കുന്നവനല്ലേടാ, നീ ഇന്നലെ വരെ ദിനേശ് വീടിന്റെ കുറ്റി പിടിച്ച് നടന്നവനല്ലേടാ, നീ ഇന്നലെ വരെ റോഡ് കണ്ണൻ ടൗസ് ഇട്ട് നടന്നല്ലേ, നീ ഇന്ന് തൗഹീദും പറഞ്ഞു വന്നിരിക്കുന്നു. അതെ, ധൈര്യമായിട്ട് പറയണം, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഖത്താബിന്റെ മകൻ ഉമറിന്റെ അനുയായിയാണ് എന്ന്. നിങ്ങളും നിങ്ങളീ പറയുന്ന ഉസ്താദുമാരും അബൂ താലിബിന്റെ അനുയായിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളാം. അങ്ങനെയുള്ള ഈ സെൽഫിയത്തുള്ള ചെറുപ്പക്കാരെ വിളിച്ചിട്ട് അങ്ങാടിയിൽ നിന്നും ഈ റോഡ് പിന്നെ പെട്ടിക്കടിയിൽ നിന്നൊക്കെ അങ്ങനെയാണോ പറയാ, ഓ നീ തൗഹീദും കൊണ്ടുവന്നിരിക്കുന്നു, ഇന്നലെ വരെ നീ ആരാ, നീ അമ്മക്കറിയാലോ, നമ്മളെ ഉസ്താദി നീക്ക് മനസ്സിലായി, നമ്മളെ ഉസ്താദിന് മനസ്സിലായിട്ടില്ല എന്നാണ് നീ പറയുന്നത്. നമ്മളെ ഉസ്താദി 15 കൊല്ലം കിതാബ് ഓതിയ, 25 കൊല്ലം മുദരിസുമായിട്ട് നിന്നാളാ, 40 കൊല്ലം കാവ്യമായിട്ട് നിന്നാളാ, അവർക്ക് മനസ്സിലാകാത്തവളാ എനിക്ക് മനസ്സിലായത്. ധൈര്യമായിട്ട് പറയണം, അതെ അവർക്ക് മനസ്സിലാകാത്തതാണ് അള്ളാഹു എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അവർക്ക് മനസ്സിലാകാത്തത് അബൂ താലിബിൻ്റെ അനുയായി ആയതുകൊണ്ടാണ്, എനിക്ക് മനസ്സിലായത് ഖത്താബിൻ്റെ മകൻ ഉമറിൻ്റെ അനുയായി ആയതുകൊണ്ടാണ്. ധൈര്യമായിട്ട് പറയാം, ഒരു മടിയും കാണിക്കണ്ടേ. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഈ ആടെ പിന്നെ ഇങ്ങനെ 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 ഞഞ്ഞാമുഞ്ഞ കളിയുണ്ടല്ലോ, ഈമാൻ്റെ കാര്യത്തിൽ, സെൽഫിയത്തിൻ്റെ കാര്യത്തിൽ, തൗഹീദിൻ്റെ കാര്യത്തിൽ അത് കടുത്ത നിഫാക്കിൻ്റെ അടയാളമാണ്. അത് വിട്ടേക്ക്, നമ്മൾ നേരത്തെ ദുആ ചെയ്ത് വിട്ട കേസാണ്, വിട്ടേക്ക്. ആ ഹിദായത്ത് അല്ലാഹു തആല കൊടുത്തു കഴിഞ്ഞാൽ, അതിനു വേണ്ടി അല്ലാഹു തആല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ സെലക്ഷൻ എങ്ങനെയാണ് പുറത്തു വരിക എന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ അല്ലാഹു ആവശ്യപ്പെടും അവനോട്. അവന്റെ മനസ്സിൽ പിന്നെ ഷഹാദത്തിന്റെ കളിയാണ്. അതാ അവൻ ഏറ്റു പറയലായി, അഷ്ഹദു, ഞാൻ ഇന്നു മുതൽ അങ്ങോട്ട് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അല്ലാഹുവേ, നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. എൻ്റെ ദൈനംദിന വിഷയങ്ങളുമായി ഞാനൊരു നബിയെ, അല്ലെങ്കിൽ ഒരു റസൂലിനെ, അല്ലെങ്കിൽ ഒരു തങ്ങളെ, അല്ലെങ്കിൽ ഒരു ബീവിയെ, അല്ലെങ്കിൽ ഒരു ബാവയെ, അല്ലെങ്കിൽ ഒരു ജിന്നിനെ, അല്ലെങ്കിൽ ഒരു മലക്കിനെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അഷ്ഹദു, ഇത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. ഹിദായത്തിന് അനുബന്ധമായിട്ട് വരുന്ന വാശിയാണത്. ഹിദായത്തിന് അനുബന്ധമായിട്ട് വരുന്ന ശക്തമായ ഉറപ്പായ ഒരു കരാറാണത്. ഏറ്റു അല്ലാഹുവേ, ഞാൻ അവൻ മനസ്സിലാക്കിക്കൊള്ളണം, എനിക്ക് ഹിദായത്തിൻ്റെ മനസ്സിൽ തന്നിട്ടുണ്ട് അല്ലാഹു മനസ്സിലാക്കിക്കൊള്ളണം. എപ്പോൾ? ഈ ഷഹാദത്ത് ഈ രീതിയിൽ ഉറപ്പിക്കുമ്പോൾ. ഹിദായത്തിൻ്റെ അടയാളം അതാണ്. ഒരാൾ ഹിദായത്തിലാണ് എന്നതിൻ്റെ അടയാളം അതാണ്. അതേ അവസരത്തിൽ അയാൾ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് വെക്കുന്ന ആളാണ്, സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്, വിക്ർ തസ്ബീഹത്തുകൾ നടത്തുന്ന ആളാണ്, ഉംറ ഹജ്ജ് ചെയ്യുന്ന ആളാണ്, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്ന ആളാണ്. അങ്ങനെ മിസ്കീൻ ഖാന, യത്തീം ഖാന, മുസാഫിർ ഖാന, ഖാനയോട് ഖാന, ദുനിയാവിൽ കോടികളും ലക്ഷങ്ങളും കോടികളും ചെലവാക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള സംഘടന തലപ്പത്തുള്ള ആളാണ്. എല്ലാമാണ്. പക്ഷേ അയാൾ ദൈനംദിന വിഷയം വരുമ്പോൾ അമ്പർത്തങ്ങളെ എന്ന് വിളിക്കുന്ന ആളാണെങ്കിൽ വല്ലാഹി അയാൾ ദലാലത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല.
എനിക്ക് മരിച്ച അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തണം, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ഞാൻ ഒന്നിൻ്റെയോ ആരുമല്ല. എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നിങ്ങളെ കൂട്ടെത്തുന്ന ഒരാളെങ്കിലും, അലി അള്ളാഹു തആല അന്നോട് അഷ്റഫുൽ ഹൽക്ക് പറഞ്ഞ ആ വാചകം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, ഒരാൾ നിങ്ങൾ കാരണത്താൽ ഹിദായത്തിലായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സകല കോട്ട കൊത്തളങ്ങളും സമ്പാദിക്കുന്നതിനേക്കാൾ ഖൈറ് അലിയെ നിനക്ക് ആ ഒരു വ്യക്തിയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ ആഗ്രഹം. അത്തരത്തിൽ ചില വ്യക്തികളെങ്കിലും ഉണ്ട്, അത് മരിക്കുന്നത് വരെ ഇസ്തിക്കാമത്തായി കിട്ടണം. ആര് മരിക്കുന്നവരെ? ഞാൻ മരിക്കുന്നത് വരെ. അത് ഇസ്തിക്കാമത്തായി കിട്ടിയാൽ അത് രേഖയിൽ വരും. നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തിയെ അള്ളാഹു ഹാജരാക്കിയിട്ട് ദാ ഇവൻ കാരണത്താൽ നിനക്കെല്ലാം ഞാൻ തരുന്നു എന്നുള്ളവർ, അതിനുള്ള പരിശ്രമം മാത്രമാണ്. ആരെന്ത് വിലയിരുത്തിയാലും ശരി, എന്ത് മയന വെച്ചാലും ശരി, എന്ത് ചീത്ത പറഞ്ഞാലും ശരി, എന്ത് വിമർശിച്ചാലും ശരി, നേടേണ്ടത് നേടാൻ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നതാണ്. എന്താണ് നേടേണ്ടത്? ഒരു ഖുതുബയിൽ ഒരാളെങ്കിലും ഏ അല്ലാഹ് എങ്കിൽ എനിക്ക് നീ മതി എന്ന് മനസ്സിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആഗ്രഹിക്കുന്നത്. അതാ അലി അല്ലാഹു തആലയോട് അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞോ, ഏ അല്ലാഹ് പൂർണ്ണമായും നീ കബൂലാക്കണേ അല്ലാഹുവേ. നാളെ നിന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നിൻ്റെ അടുത്ത ആൾക്കാരെ കൂട്ടത്തിൽ അടുത്തിരിക്കാനുള്ള യോഗ്യത എന്തിലാണോ മരിക്കുന്നതിന് മുമ്പ് നീ അത് പൂർത്തിയാക്കി തരികയും മരിക്കുന്ന നേരം അത് നീ അംഗീകരിച്ചുറപ്പിക്കുകയും ചെയ്ത് നാളെ നിൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ ന്യൂനപക്ഷത്തോടൊപ്പം ഞങ്ങളെല്ലാവരെയും നീ ചേർത്ത് തരികയും ചെയ്യണേ അല്ലാഹുവേ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ വ അമറക്കും ബിസ്സലാത്തി അലാ നബിയിഹി അംറ വഖാല മുഖ്ബിറൻ വ ആമിറ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ وقال صلى الله عليه وسلم من صلى علي واحدة صلى الله بها عليه أشرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد وصلي على جميع الأنبياء والمرسلين وعلى أصحاب رسول الله أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في برك وبحرك وجوك أجمعين يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.